നമഃശിവായ. മോനപ്പള്ളി ശ്രീ മഹേശ്വരായ. എല്ലാവർക്കും അറിയാം, പടിഞ്ഞാറെ ചാലക്കുടിയുടെ നാഥനായി കുടികൊള്ളുന്ന മോനപ്പള്ളി ശിവക്ഷേത്രം, മഹാദേവൻ കുടികൊള്ളുന്ന ക്ഷേത്രം. പുനരുദ്ധാരണ പ്രവർത്തനം നടന്നു വന്നിരിക്കുന്ന വിവരം എല്ലാവർക്കും അറിയാം. 2020 മുതൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, ബലിക്കൽപുര, ചുറ്റമ്പലം നിർമ്മാണം പൂർത്തിയാക്കി. പിന്നീട് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം കൃഷ്ണശില വിരിച്ചു. അതിനുശേഷം പ്രദക്ഷിണ വഴി തയ്യാറായി. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണവും, ക്ഷേത്രത്തിൽ കൊക്കർണി കുളം എന്ന് പറയും, തീർത്ഥസ്നാനം, പൂജാരിമാരും തന്ത്രിമുഖ്യന്മാരൊക്കെ കുളിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു പൗരാണികമായ കുളവും കിണറും കൂടിയ ഒരു കൊക്കർണിയുണ്ട് ഈ ക്ഷേത്രത്തിന്. 5 തീർത്ഥസ്നാനമുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇത്. പഞ്ചഭൂതങ്ങളായിട്ടുള്ളതും പൗരാണികമായ 3 കിണറും ഒരു ക്ഷേത്രക്കുളവും ഒരു ക്ഷേത്രം കൊക്കർണിയുമാണ്. കുളവും കിണറും കൂടുമ്പോഴാണ് കൊക്കർണി ആവുന്നത്. ആ ക്ഷേത്രത്തിലെ ആ കൊക്കർണിയിലെ തീർത്ഥം വളരെ പവിത്രമായിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ ബിംബത്തിൻ്റെ ചൈതന്യവത്തായ പൂജാതി കർമ്മ സേവാദികൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള തീർത്ഥസ്നാനത്തിൽ തന്ത്രിമുഖ്യന്മാരായാലും പൂജാരിമാരായാലും എല്ലാവരും, ക്ഷേത്രപുരോഹിതന്മാരെല്ലാവരും സ്നാനം ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ കൊക്കർണി. ഒരു 75 കൊല്ലത്തോളമായി ഈ കൊക്കർണി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. കാട് പിടിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ക്ഷേത്രത്തിലെ ജ്യോതിഷവിധി പ്രകാരമുള്ള പ്രശ്നത്തിൽ ഈ കൊക്കർണി നവീകരിച്ച് ക്ഷേത്രപൂജാരിമാർക്ക് കുളിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കണമെന്ന് നിർദ്ദേശമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ ഈ കൊക്കർണി പുതുക്കി പണിതിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണവും കൊക്കർണിയും സമയബന്ധിതമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ മഹാശിവരാത്രി ദിനത്തിൽ തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഇതിൻ്റെ ഗണനാദിക്രിയകളും പൂജാദിക്രിയകളും നടത്തി ശുദ്ധി വരുത്തി ക്ഷേത്ര കൊക്കർണി സ്നാനത്തിനായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. വളരെ പൗരാണികതയുള്ള ക്ഷേത്രകുളമാണ്. ഇതിൻ്റെ നിർമ്മിതി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വെട്ടുകല്ലൊക്കെ ചെത്തി ഉള്ള രീതിയിലൊക്കെ നിർമ്മാണ ഭംഗി കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് ഞങ്ങൾ കെട്ടി നേരെയാക്കി വൃത്തിയാക്കി സമർപ്പിച്ചിട്ടുള്ളത്. ഭക്തരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഒന്ന് മാത്രമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലാണ്. നടപ്പന്തൽ വേണം, ഗോപുരം വേണം. ഈ 2 കാര്യങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞില്ല, ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വടക്കേ മൂലയിൽ ഗംഗാനദി ഭാഗീരഥി തീർത്ഥം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രക്കുളമുണ്ട്. ഇനി ആ ക്ഷേത്രക്കുളം ഒരു 30 സെൻറ്റോളം കുളം മാത്രം തന്നെ വരും. കിഴക്ക് വടക്കേ മൂലയിൽ മീനൻ രാശിയിലുള്ള കുളം, അതും കൂടി നവീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് മഹാശിവരാത്രി. മഹാദേവൻ ലോകനന്മയ്ക്കായി പാലാഴിമതനം കടഞ്ഞപ്പോൾ കിട്ടിയ കാളകൂട വിഷം ലോകരക്ഷാർത്ഥം പാനം ചെയ്ത ദിവസമാണ്. പടിഞ്ഞാറെ ചാലക്കുടി മോനപ്പള്ളി ശിവക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നു വരുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ. ക്ഷേത്രത്തിൻ്റെ അടുത്ത ഒരു നിർമ്മാണ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിന് നടപ്പന്തൽ, ശിവേലിപ്പുര അല്ലെങ്കിൽ ആനപ്പന്തൽ എന്ന് പറയുന്ന ഒരു നടപ്പന്തലാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ ഇനി വേണ്ടത്. ചാലക്കുടിയുടെ നാഥനായ ശ്രീ മോനപ്പള്ളി മഹാദേവൻ്റെ തിരുസന്നിധിയിലേക്ക് ശിവരാത്രി ദിവസമായ ഈ ദിവസം എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ മഹാശിവരാത്രി ആശംസകൾ.
ഓം നമ ശിവായ. 2.25 ഏക്കർ സ്ഥല വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. നമ്മൾ ഊട്ടുപുരയും കല്യാണ മണ്ഡപവും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ എല്ലാ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.